ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ക്രിസ്മസ് ഒക്കെ അല്ലേ, ഒരു പുൽക്കൂട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനിതുവരെ ഒരു പുൽക്കൂട് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ല. മിക്ക തവണ ഞാനും എൻ്റെ അണ്ണനും കൂടെ പുൽക്കൂട് ഉണ്ടാക്കാൻ ഇറങ്ങും, എന്നിട്ട് പകുതി ആവുന്നതിന് മുമ്പ് അടിയാവും, എന്നിട്ട് എല്ലാം കൂടെ വലിച്ചു പറിച്ച് കളയും. അതാണ് ഉണ്ടാവുക. എന്തായാലും ഇപ്രാവശ്യം ഒരു പുൽക്കൂട് ചെറുതായിട്ടാണെങ്കിലും സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇവരൊക്കെയാണ് പുൽക്കൂടിൽ കയറാൻ റെഡി ആയിട്ടുള്ളവർ. ഉണ്ണിയേശുവും ആട്ടുംകുട്ടികളും ഏകദേശം എല്ലാവരും ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ മീഷോയിൽ നിന്ന് ഫെയറി ലൈറ്റ് വാങ്ങിച്ചിരുന്നു ഇതിൽ വെക്കാനായിട്ട്. അപ്പം അതുമുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. ഒരു മാലാഖ കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു. അതിനെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് പിറകിൽ ഫെവിക്കോളും നൂലൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ഉണങ്ങാൻ വേണ്ടി മാറ്റി വെച്ചേക്കുമായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് തട്ടിക്കയറി. ഏകദേശം ഡിസംബർ 8-ാം തീയതി പുൽക്കൂടിൻ്റെ പണി തുടങ്ങി. 21-ാം തീയതി ആയപ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ചെയ്ത് വെച്ച്. പക്ഷേ 23-ാം തീയതി ആയപ്പോഴത്തേക്കും എൻ്റെ പുൽക്കൂടിൻ്റെ അവസ്ഥ ഇതാണ്. വെച്ചെടുത്തുനിന്ന് എങ്ങനെയോ മറിഞ്ഞടിച്ച് വീണ് പുല്ലൊക്കെ ഇളവി ഒരു പരുവായി കിടക്കുമായിരുന്നു. അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നേരത്തെ മാറ്റി വെച്ചിരുന്ന മാലാഖ കുഞ്ഞിനെയും കൂടെ കൊണ്ടുവന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പ്ലം കേക്കുമായിട്ടൊക്കെ വന്നു. ഞങ്ങളെല്ലാവരും കൂടെ കട്ട് ചെയ്ത് കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ആൾ അമ്മ അടുത്ത കേക്കുമായിട്ട് വരുന്നു. അതങ്ങനെ പിന്നെ കഴിക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇതാണ് എൻ്റെ പുൽക്കൂടിൻ്റെ ഫൈനൽ ലുക്ക്. ഇടയ്ക്ക് ഞാൻ കുറച്ച് സ്നോമാനെയും കുറച്ച് സ്റ്റാറുകളൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു. അത്രയേ ഉള്ളൂ എൻ്റെ ക്രിസ്മസ് വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.